അതായത് അവിടെ ഹ്രസ്വകാലം താമസിച്ച് മടങ്ങേണ്ടി വരുന്ന ആൾക്കാർ. നമ്മൾ അവിടെ ബൗദ്ധികമായ എന്തെങ്കിലും അമേരിക്കക്കാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നവർ എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള വിസകൾക്കും ഈ നിയന്ത്രണം ബാധകമാണ്. അതായത് അമേരിക്കയിലെ ഇസ്രയേൽ എംബസിയിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടാകുകയും 2 എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി, അതായത് വിദേശ വിദ്യാർത്ഥികൾ ധാരാളമായി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ പലസ്തീൻ അനുകൂലികൾ വ്യാപകമായി വന്നു കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല ആൻറ്റി സെമിറ്റിസം, അതായത് ജൂതമത വിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും വലിയ രീതിയിൽ വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ, യാതൊരു സ്ക്രീനിങ്ങും നടത്താതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നു. അതുമാത്രമല്ല ഇത്തരം ക്യാമ്പസുകളിലെല്ലാം ഒരു ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന ക്യാമ്പസുകൾ കൂടിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ട്രംപ് ഭരണകൂടത്തിന് അത്തരം ക്യാമ്പസുകളോട് ഒരു താല്പര്യക്കുറവുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.